വണക്കം. ഷാജൻ സ്കറിയ. ഞാൻ ഷാജൻ സ്കറിയെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ പരിതപിക്കാറുണ്ട്. എന്തിനാണ് ധനുഷ് ഷാജൻ സ്കറിയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് എന്നോർത്ത് കുറേ ആൾക്കാർ പരിതപിക്കാറുണ്ട്. വേറെ കുറേ ആൾക്കാരാണെങ്കിൽ വെറൈറ്റിയാണ്. നിനക്ക് ഷാജൻ സ്കറിയോട് അസൂയല്ലേടാന്ന് വാഴയ്ക്കയാണ്. അതായത് നമ്മൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാകാൻ കഴിയാത്തതിൽ അസൂയ. ഷാജൻ സ്കറിയെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഷാജൻ സ്കറിയെ പോലെ ഒരു മാധ്യമപ്രവർത്തനാകാൻ കഴിയാത്തതിൽ അസൂയ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വീഡിയോ ചെയ്താൽ നിനക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ കഴിയാത്തതിനുള്ള അസൂയല്ലട എന്നുള്ളതിനെക്കുറിച്ചുള്ള അസൂയ. നന്ദഗോവിന്ദം ഭജൻസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും നിനക്ക് പാട്ടുപാടാൻ അറിഞ്ഞൂടാത്തോണ്ടല്ലടാ നീ യവന്മാരെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞ അസൂയ. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. കണ്ണീ കാണുന്നത് എൻ്റെ മനസ്സിന് നിരക്കുന്നത് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അത് ഇരട്ടത്താപ്പാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇവൻ ഉടായിപ്പാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മച്ചിയാണ് ഞാൻ വിളിച്ചു പറയും. അതിന് എനിക്ക് യാതൊരുവിധ പേടിയില്ല, ഒരുത്തൻ്റെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് തുടരുക തന്നെ ചെയ്യും. ഷാജൻ സ്കറിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് ഞാൻ അയാളെ കാണുന്ന ഒരാളായിരുന്നു, ഞാൻ അയാളുടെ വീഡിയോ സാഗൂതം വീക്ഷിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ വീക്ഷിച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അണ്ണ എന്ത് ചെയ്തു? നേരെ ആ നിഷ്പക്ഷ സ്വഭാവം അങ്ങോട്ട് മാറ്റിയിട്ട് കോൺഗ്രസ്സിലോട്ട് കയറി ചാഞ്ഞു. ഇന്ന് ഒരു പോസിറ്റീവായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് അണ്ണൻ്റെ വലിയ രീതിയിലുള്ള ഒരു ഉപദേശമാണ്, അതായത് വി ഡി സതീഷിനുള്ള ഉപദേശമാണ് അണ്ണൻ കൊടുത്തിരിക്കുന്നത്. പോരാത്തതിന് അണ്ണൻ ഇങ്ങനെ പല പല ഉപദേശങ്ങൾ കൊടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ അണ്ണ ഉപദേശം കൊടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന കേസ് വന്നപ്പോൾ ആദ്യം പറഞ്ഞത്, ഈ പീഡന കേസിൽ ഒരു പരാതിയെങ്കിലും വന്നാൽ അവൻ ആദ്യം ഞാൻ തള്ളിപ്പറയും എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് കരഞ്ഞ് മെഴുകുന്ന കാഴ്ചയില്ലേ കാണാൻ സാധിച്ചത്? അതൊന്നും എന്താ പറയണ്ടേ? അല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക, അതെന്താ പറയണ്ടേ? രണ്ടാമത്തെ, ഇയാളെല്ലാവരെയും വിമർശിക്കും, ഇയാളെക്കുറിച്ച് ആരും വിമർശിക്കാൻ പാടില്ല. പിന്നെ എൻ്റെ വീഡിയോസ് ഷാജൻ സ്കറിയോ കാണുന്നുണ്ടോ കാണുന്നില്ലേ എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. ഷാജൻ സ്കറിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇത് എൻ്റെ മനസ്സിലാക്കലാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾക്കൊരു 5 വ്യൂസ് അങ്ങോട്ട് കിട്ടുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ എൻ്റെ പേരെടുത്ത് പറയാനുള്ള ഒരു സാധ്യതയുള്ളൂ. അയാളിപ്പോൾ അങ്ങ് ടോപ്പിൽ നിൽക്കുകയാണല്ലോ. അയാളിങ്ങനെ താഴെ നോക്കുമ്പോൾ ഞാൻ താഴെ കിടന്ന് അയാളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു. അയാളിപ്പോൾ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അയാൾ വലിച്ചു പൊക്കുന്നത് പോലെ പബ്ലിസിറ്റി ആയിപ്പോൾ, അതുകൊണ്ട് അയാൾ പറയില്ല, പറയേണ്ട ആവശ്യമില്ല, എനിക്കതിൽ യാതൊരുവിധ കൂസലുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്ത് തന്നെയായിരുന്നാലും ഷാജൻ സ്കറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉപദേശം കൊടുക്കുന്നു, സന്ദീപ് വാര്യർക്ക് ഉപദേശം കൊടുക്കുന്നു. പോരാത്തതിന് ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ മന്ത്രിയാകാൻ പറ്റാത്തതിൽ ഷാജൻ സ്കറിയയ്ക്ക് വലിയ വിഷമമുണ്ടാകുന്നു, വേദനയുണ്ടാകുന്നു. അങ്ങനെ പല പല വെറൈറ്റികളായിട്ടുള്ള സംഭവങ്ങളാണ് ഷാജൻ സ്കറിയയ്ക്കുള്ളത്. ക്രിസ്ത്യാനികളും മന്ത്രിമാരാകാത്തതിൽ ഷാജൻ സ്കറിയയ്ക്ക് വിഷമമുണ്ടായിക്കോട്ടെ, വേദന ഉണ്ടായിക്കോട്ടെ, ക്രിസ്ത്യൻ പ്രേമം ഉണ്ടായിക്കോട്ടെ, അതിലൊന്നും യാതൊരുവിധ തെറ്റുമില്ല എന്നുള്ളതേ എനിക്ക് പറയാനായിട്ടുള്ളൂ. കാരണം അയാൾ ഒരു ക്രിസ്ത്യാനിയാണ്, അയാൾക്ക് ക്രിസ്ത്യൻ സ്നേഹമാകാം, എനിക്ക് ഇനിയും കൂടുതൽ ക്രിസ്ത്യൻ മന്ത്രിമാർ വേണം എന്ന് പറയാനുള്ള എല്ലാ അവകാശവും ഷാജൻ സ്കറിയയ്ക്കുണ്ട്. പക്ഷേ അത് നിഷ്പക്ഷത പുരട്ടി, അയ്യോ ഞാൻ നിഷ്പക്ഷനാണേ, ഞാൻ അങ്ങനെ ഒന്നും പറയുന്നതല്ലേ, ഇങ്ങനെ കൊണ്ട് എന്ന് പറയരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പം എനിക്ക് തുറന്നു പറയാൻ ഒരു മടിയുമില്ല. ഞാൻ ഒരു പാർട്ടിയിലും പെടുന്ന ആളല്ല. പല ആൾക്കാരും വിചാരിക്കുന്നത് ഞാനൊരു BJP കാരനാണ്, ഞാനൊരു സംഘാനുഭാവിയാണ്, സംഘിയാണ് എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, ഞാനൊരു ഹിന്ദുവാണ്. തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല, എനിക്കൊരു നാണക്കേടുമില്ല. ഇന്നും നാളെയും എൻ്റെ ശ്വാസം അവസാനിക്കുന്ന നിമിഷം വരെയും ഞാൻ പറയും ഞാനൊരു ഹിന്ദുവാണ്. നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറ് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു കാര്യം കൂടെ പ്രാർത്ഥിക്കണം. അതായത് ഈ ജന്മത്തിലെന്നല്ല, അടുത്ത ജന്മം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഒരു സാധനമുണ്ടെങ്കിൽ അവിടെയും ഒരു ഹിന്ദുവായി ജനിക്കാൻ കഴിയണേ ഭഗവാനെ എന്നുകൂടെ പ്രാർത്ഥിക്കണം. അങ്ങനെ കൂടെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ. എനിക്കത് പറയാൻ യാതൊരുവിധ മടിയുമില്ല, യാതൊരുവിധ ലജ്ജയുമില്ല, അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. ഒരു ഹിന്ദുവിന് മാത്രമേ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മതേതരനാകാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടെയാണ് ഞാൻ. അതുകൂടെ ഞാനിപ്പോൾ തുറന്നു പറഞ്ഞേക്കാം, അങ്ങനെ കൂടെ വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങൾ പല സ്ഥലങ്ങളിലും ഞങ്ങളെ ആക്രമിക്കുന്നു, അതുകൊണ്ട് ഇവിടെ നമുക്ക് സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു സംഭവമല്ല. ഹിന്ദു ആരെയും സപ്പോർട്ട് ചെയ്യും, അവനെ സുഖിപ്പിക്കുന്നവനെ സപ്പോർട്ട് ചെയ്യും, അവനെ സുഖിപ്പിക്കാത്തവനെ സപ്പോർട്ട് ചെയ്യും, അവനെ ദ്രോഹിക്കുന്നവനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കത് പറയാൻ എനിക്ക് യാതൊരുവിധ മടിയുമില്ല. ഈ വീഡിയോ എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസം ഷാജൻ സ്കറിയ, നമ്മുടെ TP സെൻകുമാർ മുൻ DGP, അദ്ദേഹം ഷാജൻ സ്കറിയയ്ക്ക് വീഡിയോയിൽ, ഷാജൻ സ്കറിയയുടെ ഒരു പോസ്റ്റിൽ അദ്ദേഹം ഒരു കിടുക്കാച്ചി മറുപടി കൊടുത്തുന്നു. അത് ഷാജൻ്റെ ആസനത്തിൽ കൊണ്ട് ഷാജൻ ഇതുവരെ നിലവിളിൽ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഷാജൻ സ്കറിയ ഇട്ടൊരു പോസ്റ്റാണ്, അതായത് ഷാജൻ സ്കറിയയ്ക്ക് മാത്യു കുഴൽനാടൻ മന്ത്രിയാകുന്നില്ല, വിൻസെൻറ്റ് മന്ത്രിയാകുന്നില്ല, ഇവർ രണ്ടുപേരും ക്രിസ്ത്യാനികളായതുകൊണ്ടാണോ മന്ത്രിമാരാകാത്തത് എന്നുള്ളതാണ് ഷാജൻ സ്കറിയയുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആ പോസ്റ്റ്. അൻവർ സാദത്തും ഷാനിമോൾ ഉസ്മാനും മുസ്ലിം ആയതുകൊണ്ട് മന്ത്രിയായില്ല, VT ബൽറാം സവർണ ഹിന്ദു ആയതുകൊണ്ട് മന്ത്രിയായില്ല, VP സജീന്ദ്രൻ ദളിതനായതുകൊണ്ട് മന്ത്രിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഷാജൻ സ്കറിയ വലിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്.
അതിൻ്റെ താഴെ ടി പി സെൻകുമാർ സാറ് ഒരു കമൻ്റ് ഇട്ടിരുന്നു. അതായത് 25% ഈഴവർക്കും മറ്റ് OBC-കൾക്ക് 3 മന്ത്രിയും 18% ക്രിസ്ത്യൻസിന് 6 മന്ത്രിയുമുണ്ട് ഷാജ, നല്ല ബാലൻസിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃത്യമായിട്ട് ടി പി സെൻകുമാർ അതിൻ്റെ താഴെ ഒരു കമൻ്റ് ഇട്ടിരുന്നത്. ആ കമൻറ്റ് ഷാജൻ സ്കറിയ ഒരു മറുപടി കൊടുത്തത്. ആ മറുപടി ഇതാണ്: ഈഴവ സമുദായ ആചാര്യൻ LDF-നും ആചാര്യയും ഉപ ആചാര്യനും BJP-ക്കുമാണ് പിന്തുണ കൊടുത്തത്. അതുകൊണ്ട് UDF-ന് അധികം ഈഴവരെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും സാർ? ആ സ്ഥിതി ആദ്യം മാറട്ടെ. അതുപോലെ ഭൂരിപക്ഷ വോട്ടും ന്യൂനപക്ഷ വോട്ടും UDF-നായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈഴവർ BJP-ക്ക് സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് എന്ത് ചെയ്തില്ല ഞങ്ങൾ UDF-കാർ മന്ത്രിമാരെ തന്നില്ല. അത് ഷാജൻ സ്കറിയ അത് പച്ചയ്ക്ക് പറയാണ്. ഈഴവരെ BJP അല്ലേ സപ്പോർട്ട് ചെയ്തത്, പിന്നെ എന്തിനാണ് ഈഴവരെ കൂടുതൽ മന്ത്രിമാരാക്കുന്നതെന്നാണ് ഷാജൻ സ്കറിയ ചോദിക്കുന്നത്. അപ്പോൾ ടി പി സെൻകുമാർ സാർ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കണക്കുകൾ പറയുമ്പോൾ ഷാജന് വളരെ പെട്ടെന്ന് പൊള്ളുന്നു, അതുകൊണ്ടാണ് ഈഴവ ആചാര്യൻ എന്നൊക്കെ പറയുന്നത്. ഈഴവർക്ക് ഒരു ആചാര്യൻ തൽക്കാലമുണ്ട്, അത് മതി. അദ്ദേഹം ഈഴവരുടെ മാത്രം ആചാര്യനല്ല, മുഴുവൻ ഹൈന്ദവരുടെയും മുഴുവൻ ജനതയുടെയും ആചാര്യനാണ്. പുതിയതായി ആചാര്യന്മാരെ എടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല എന്നുള്ളതാണ് ടി പി സെൻകുമാർ സാർ പറയുന്നത്. പക്ഷേ കണക്കുകൾ പറയുമ്പോൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? 32% വരുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് 3 മന്ത്രിമാരും 18% വരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന് 6 മന്ത്രിമാരും. അത് പോരാഞ്ഞിട്ടാണ് വീണ്ടും 2 പേർക്ക് അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല എന്ന് ഷാജൻ സക്കറിയ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കണക്ക് പറഞ്ഞത്. അതിൽ എന്താണ് തെറ്റുള്ളത്? അവർക്ക് 18 സ്ഥാനാർത്ഥികളെയാണ് മത്സരിക്കാൻ കൊടുത്തത്. അതിൽ 9 പേരാണ് ജയിച്ചത്. മത്സരിക്കാൻ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? മത്സരിക്കാൻ കൊടുത്താലല്ലേ അവർക്ക് വിജയിക്കാൻ പറ്റൂ. അതാണ് പോയിന്റ്. പിന്നെ ഷാജൻ സക്കറിയ പറയുന്നത് പോലെ 18% വോട്ട് ചെയ്തത് കൊണ്ടാണോ കേരളത്തിൽ അവർക്ക് ഇത്രയും വോട്ട് കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ 18% വോട്ടല്ലല്ലോ അവർക്ക് കേരളത്തിലുള്ളത്. അവർക്ക് 10 മുതൽ 35% വോട്ട് കാണണമല്ലോ, തമിഴ്നാട്ടിലെ പോലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് ക്രിപ്റ്റോ ക്രിസ്ത്യൻ വോട്ടുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. അതുണ്ടോ? അതുകൊണ്ട് സത്യം പറയുമ്പോൾ ഷാജൻ സ്കറിയ ആയാലും പൊള്ളും. അതുകൊണ്ട് ഷാജനോട് എനിക്ക് പറയാനുള്ളത്, സത്യം പറയുമ്പോൾ അതിന് ഒരാളെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കാതെ അതിനെ കൃത്യമായി കണക്ക് കൊണ്ട് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായി പറയാൻ ശ്രമിക്കുക. ഷാജൻ പറഞ്ഞത് ഒരാളെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മന്ത്രിയാക്കിയില്ല, മറ്റൊരാളെ ഈഴവനായതുകൊണ്ട് മന്ത്രിയാക്കിയില്ല എന്നൊക്കെയാണ്. അവിടെ 9 ഈഴവ MLA-മാർ ഉണ്ടായിരുന്നു UDF-ന്. അതിൽ നിന്നാണ് ജനീഷ് മന്ത്രിയായത്. അപ്പോൾ ബാക്കി 6 ഈഴവർ ബാക്കിയുണ്ട്, മന്ത്രിമാരല്ലാത്തവർ. അവരെ ആരും മന്ത്രിയാക്കിയില്ലല്ലോ. അതുകൊണ്ട് ആളില്ലാഞ്ഞിട്ടല്ല മന്ത്രിയാക്കാത്തത്. മാത്യു കുഴൽനാടനെ മന്ത്രിയാക്കാത്തത് ഈഴവൻ വന്നതുകൊണ്ടോ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ഒന്നുമല്ല. അയാൾ മുസ്ലിം ലീഗിനെതിരെ പ്രസംഗിച്ചത് കൊണ്ടാണ്. മുസ്ലിം ലീഗാണ് മറ്റു പല കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. ഷാജൻ സ്കറിയയ്ക്ക് പറയാൻ മടിയാണ്. ഷാജൻ സ്കറിയ അത് പറയില്ല. കാരണം ഷാജൻ സ്കറിയ പോസ്റ്റിലിട്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ ഭാഗ്യമാണ്. എടൈ, മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്, അമ്മച്ചിയാണ് ആസനത്തിൽ വെടിയും തന്ന് പിടിച്ച് അകത്തിടും. ആദ്യം അകത്തിടുന്ന ഷാജൻ സക്കറിയ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഷാജൻ സ്കറിയ അത്രയധികം ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ് പ്രചരിപ്പിച്ച് കിടക്കുന്നത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്ന് മാത്രം ഷാജൻ സക്കറിയ മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതുകൊണ്ടാണ് ഈഴവരുടെയും OBC-കളുടെയും നെഞ്ചത്ത് കയറാൻ വരുന്നത്. ഇതൊന്നും പറയാൻ എനിക്കൊരു ഭയവുമില്ല. ഷാജൻ്റെ ലോക വിപുലമായ നെറ്റ്വർക്കും പേടിച്ചിട്ടല്ല ഞാൻ കഴിയുന്നത്. അത് ഷാജൻ മനസ്സിലാക്കുക. ഷാജൻ ക്രിസ്ത്യാനികളുടെ കേരള സെൻറ്റ് ഫ്രാൻസിസ് ആണോ? അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഞാൻ പറഞ്ഞത് ഈഴവർക്ക് വേണ്ടി മാത്രമല്ല, അവിടുത്തെ എല്ലാ OBC-കൾക്കും വേണ്ടിയാണ്. കാരണം 32% വരുന്ന OBC വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ഈഴവർ, വിശ്വകർമ്മ, ധീവര, വാണിക, വൈശ്യ, വീരവൈശ്യ തുടങ്ങിയ 70ഓളം കമ്മ്യൂണിറ്റികൾ. അവരെല്ലാം കൂടി 32%-ലധികം വരുന്ന ഒരു സമൂഹമാണ്. കേരള ജനസംഖ്യയുടെ 1/3 വരുന്ന സമൂഹമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതേപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അവർക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുത്താലല്ലേ അവർക്ക് ജയിക്കാൻ പറ്റൂ. ആ 32% BJP-ക്ക് വോട്ട് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് BJP-യുടെ വോട്ട് ശതമാനം 11% കുറയുന്നത്? പറയുന്നതിനൊരു യാഥാർത്ഥ്യ ബോധ്യം വേണ്ടേ? തോന്നിയതല്ലല്ലോ പറയുന്നത്. 33% ആളുകൾ BJP-ക്കോ LDF-നോ വോട്ട് ചെയ്തു എന്നാണ് ഷാജൻ സക്കറിയ പറയുന്നത്. അതെങ്ങനെയാണ് 33% പേർ വോട്ട് ചെയ്ത BJP-ക്ക് 11% മാത്രം വോട്ട് കിട്ടിയത്? BJP-ക്ക് കിട്ടിയ വോട്ടിൽ അപ്പർ ക്ലാസിൻ്റെ ഒരു വോട്ടും ഇല്ലെങ്കിൽ പോലും ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഷാജൻ സക്കറിയ കണക്കുകളുമായിട്ട് വരിക, അല്ലാതെ ജാതി പറഞ്ഞ് ഒരാളെ ആക്ഷേപിക്കാനല്ല ശ്രമിക്കേണ്ടത്. എന്തായാലും ഷാജൻ്റെ ഉള്ളിലിരിപ്പ് പുറത്തായി എന്നാണ് നമ്മുടെ സെൻകുമാർ സാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷാജൻ സക്കറിയയ്ക്ക് മറുപടി കൊടുത്തിരിക്കുന്നത്. ഈ മറുപടി കണ്ടിട്ട് ഷാജൻ സക്കറിയയ്ക്ക് പുറച്ചില്ല, ക്രിമികടി മൂത്തു. ഷാജൻ സക്കറിയ അതിന് താഴെ ഒരു കമൻറ്റുമായിട്ട് രംഗത്തെത്തി. ആ കമൻറ്റ് ഇത്തരത്തിലാണ്: ക്രിസ്ത്യാനികൾക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ MLA-മാരും മന്ത്രിമാരും ഉണ്ടെന്ന് വീഡിയോ ചെയ്ത ആളാണ് ഞാൻ. ഷാജൻ്റെ ഏറ്റവും വലിയ അടവാണിത്. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാജൻ സക്കറിയെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജൻ സക്കറിയ ഉടനെ പറയും, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഞാൻ ചെയ്ത വീഡിയോ നീ കണ്ടില്ലേടാ തെണ്ടി എന്നാണ് ഷാജൻ സക്കറിയ പറയുന്നത്. അത് നല്ലൊരു ടെക്നിക്കാണ്. ഈ സുഡാപ്പികൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. മീഡിയ 1
ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ 10 നിഷ്പക്ഷ വാർത്ത കൊടുക്കുന്നതിനിടയിലായിരിക്കും അവന്മാർ ഒരു വർഗീയ സുഡാപ്പി വാർത്ത കൊടുക്കുന്നത്. അതുപോലെ ഷാജൻ സക്കറിയ ഒരുപാട് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ എവിടെയെങ്കിലും ചെയ്തിട്ടേക്കും. ആരെങ്കിലും ചോദിച്ചാലോ നാളെ ഞാൻ നിഷ്പക്ഷനല്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നീ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് ഫ്രണ്ടിൽ വെക്കാലോ. ഇതാണ് ഷാജൻ സക്കറിയയുടെ പണി എന്ന് പറയുന്നത്. നമ്മൾ ഈ പണിയൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിതൊക്കെ കൃത്യമായിട്ട് അറിയാം. ഒരു വീഡിയോ ഇങ്ങനെ ചെയ്താൽ അടുത്ത വീഡിയോ മാറ്റി പറയും. ഇതാണ് ഷാജൻ സക്കറിയയുടെ പരിപാടി എന്ന് പറയുന്നത്. വീഡിയോയുടെ തമ്മിലെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ പറയും സതീശൻ വെറും കൂറയാണെന്ന് പറയും, അടുത്ത വീഡിയോയിൽ പറയും സതീശൻ പൊളിയാണെന്ന് പറയും, അടുത്ത വീഡിയോയിൽ പറയും ഇതുപോലൊരു കൂതറ മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ലെന്ന് പറയും, അടുത്ത വീഡിയോയിൽ പറയും പിണറായി കണ്ടുപിടിക്കുന്ന സതീശൻ എന്ന് പറയും. ഇതാണ് ഷാജൻ സക്കറിയ എന്ന് പറയുന്നത്. ഇനി ക്രിസ്ത്യാനികൾക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ MLA-മാരും മന്ത്രിമാരും ഉണ്ടെന്ന് വീഡിയോ ചെയ്ത ആളാണ് ഞാൻ എന്ന് ഷാജൻ സക്കറിയ പറയുന്നു. അത് അങ്ങ് കാണാതെ പോയതായിരിക്കും. അങ്ങ് വിമർശിക്കുന്നതിൻ്റെ പോസ്റ്റിൻ്റെ ലക്ഷ്യം മെറിറ്റിനേക്കാൾ മതം മാനദണ്ഡമാക്കുന്നു എന്നത് മാത്രമാണ്. അവിടെ ഷാജൻ സക്കറിയ ഉൾട്ടയടിച്ചു. അതായത് മാത്യു കുഴൽനാടനും വിൻസെൻറ്റിനും ക്രിസ്ത്യാനികളായതുകൊണ്ട് അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നാണ് ഷാജൻ സക്കറിയ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഷാജൻ സക്കറിയ പറയുന്നത് മതം മാനദണ്ഡമാക്കി പോസ്റ്റ് കൊടുക്കണമെന്നല്ല സാർ ഞാൻ പറഞ്ഞത് ഇത്രയും ഗംഭീരമായിട്ടുള്ള കുഴൽനാടനെ പോലുള്ള വളരെ അക്കാഡമിക് തലത്തിൽ വളരെ മിന്നിശോഭിച്ച് നിൽക്കുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ മതം വച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാതിരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചതെന്നാണ് ഷാജൻ സക്കറിയ ഇപ്പോൾ പറയുന്നത്. അതാണ് ഉൾട്ടയടിക്കുക എന്ന് പറയുന്നത്. എവിടെ ഉരുളാനുള്ള തറ എന്നായിരിക്കും ഷാജൻ സക്കറിയ സത്യം പറഞ്ഞാൽ TP സെൻകുമാർ സാറിൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ ആലോചിച്ചത് എന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഉൾട്ടയടിച്ച് പറയുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഒരു സിനിമയിൽ നമ്മുടെ കൊച്ചിൻ അനീഫ ഗുണ്ടയാണ്. കൊച്ചിൻ അനീഫ ഒരു കത്തയക്കും. അപ്പോൾ കൊച്ചിൻ അനീഫ ഒരു കത്തയക്കും ജയിലിൽ കിടന്നുകൊണ്ടുള്ള കത്ത് കൊച്ചിൻ അനീഫ പറയുന്നത് എനിക്കെതിരെ സാക്ഷി പറഞ്ഞ ആ വാസു അവിടെ കറങ്ങത്തിരിഞ്ഞ് നടപ്പുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് അവനെ ശരിക്കൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. ഈ കത്ത് നേരിട്ട് കൊച്ചിൻ അനീഫ പുറത്തിറങ്ങിയിട്ട് ഈ കത്ത് കൊച്ചിൻ അനീഫ എടുത്തിട്ട് പറയും ഈ ടോണിലല്ല ഞാൻ ആ കത്ത് അയച്ചത്. ഞാൻ അയച്ചത് എനിക്കെതിരെ സാക്ഷി പറഞ്ഞ ആ വാസു അവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് അവനെ നേരിട്ടൊന്ന് കാണണം. ഇതാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് ഷാജൻ സക്കറിയ പറയുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവർക്ക് വോട്ട് കൊടുത്തില്ല, മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് എന്താണ്, മതം മാനദണ്ഡമാക്കി അവനെ മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്നാണ് ഷാജൻ സക്കറിയ ഇപ്പോൾ കടന്ന് ഉരുളുന്നത്. എന്തായാലും എന്തിനാണ് ഇതിൻ്റെ ഉള്ളിലിരിപ്പ് എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ പഞ്ചപാവം. ഈഴവ കമ്മ്യൂണിറ്റി അണ്ടർ റെപ്രസെൻറ്റഡ് എന്ന കാര്യം ഒരു കണ്ടുപിടുത്തമേ അല്ല. എല്ലാവർക്കും അറിയാം അതിൻ്റെ കാരണം. ഈ സമുദായ നേതാക്കൾ UDF-നോട് പരസ്യമായി കാട്ടുന്ന അകലമാണ്. അതായത് ഈഴവ കമ്മ്യൂണിറ്റി UDF-നോട് അകലം കാട്ടുന്നു. അതുകൊണ്ടാണ് ഈഴവർക്ക് കൂടുതൽ പോസ്റ്റ് കൊടുക്കാത്തതെന്നാണ് ഷാജൻ സക്കറിയ പറഞ്ഞു വരുന്നത്. കേന്ദ്രത്തിൽ ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്? അല്ല, ആ സമൂഹം BJP-യോട് അകലം പാലിക്കുന്നു. അതിന് BJP-യെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നതെന്നാണ് ഷാജൻ സക്കറിയ പറയുന്നത്. ഇയാളൊരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി BJP-യോട് അകലം പാലിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. താനൊന്ന് പറഞ്ഞതാ, എവിടെയാണ് അകലം പാലിക്കുന്നത്? കേരളത്തിലെ 10 സുഡാപ്പികളെ കണ്ടുകൊണ്ടാണോ മുസ്ലിം കമ്മ്യൂണിറ്റി BJP-യോട് അകലം പാലിക്കുന്നത് എന്ന് താൻ പറയുന്നത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. മുസ്ലിം കമ്മ്യൂണിറ്റി കേരളത്തിൽ അകലം പാലിക്കുന്നതെന്ന് പറയുന്നത് ഇനി ഉത്തർപ്രദേശിലും ഗുജറാത്തിലും അടക്കം മുസ്ലിങ്ങൾ ഗണ്യമായി തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ BJP ജയിക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് പറ. ഉത്തർപ്രദേശിലും ഗുജറാത്തിലും മിൽക്കിപൂർ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വേണമെങ്കിൽ വെച്ചോ. അവിടെ ജയിച്ചിരിക്കുന്ന ഒരു BJP MLA ആണ്. എന്തുകൊണ്ടാണ് മിൽക്കിപൂരിൽ ഒരു BJP MLA ജയിച്ചത്? വലിയ ആഘോഷമായിരുന്നല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾ BJP-ന്ന് അകന്നാണോ നിൽക്കുന്നത്? കേരളത്തിലുള്ളവന്മാരെ കാര്യം വിടുക. അവന്മാർ സുഡാപ്പികളാണ്. അവന്മാർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാർ വേറെന്തോ മാനവും ഭാര്യയും പത്ത് വരി ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീമാണ്. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ഉത്തർപ്രദേശിലടക്കം, ഇനി ഞാൻ മണ്ഡലങ്ങളുടെ പേര് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഡിയോബന്ദ്, ശ്രദ്ധേയമായിട്ടുള്ള നാഗ്പൂർ, അമ്രോഹ, മൊറാദാബാദ് റൂറൽ, ഇവിടെയെല്ലാം പല സ്ഥലങ്ങളിലും BJP വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ജയിക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ പാർട്ടിയായിട്ടുള്ള BJP ജയിക്കുന്നുണ്ട്. അവിടെയുള്ള പസ്മന്ത മുസ്ലിംസിന് യോഗി ആദിത്യനാഥിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും, യോഗി ആദിത്യനാഥിനെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യവും. പസ്മന്ത മുസ്ലിംസ് ദളിത് മുസ്ലിംസാണ്. അവരെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദളിത് മുസ്ലിംസിൻ്റെ ഉന്നമനമാണ് യോഗി ആദിത്യനാഥിൻ്റെ പോലും ലക്ഷ്യം എന്ന് പറയുന്നത്. ഗുജറാത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ BJP അവിടെ ആൾക്കാരെ നിർത്തി ജയിച്ചിട്ടുണ്ട്. അത് ജയിച്ചത് ഒരു ഹിന്ദുവാണ് എന്നുകൂടെയാണ് ഓർക്കേണ്ട കാര്യം. ഇവിടെ കേരളത്തിൽ താൻ ഭാഗ്യമാണ് എന്ന് പറയുന്ന മുസ്ലിം ലീഗ് ഒരു ഹിന്ദുവിനെങ്കിലും എവിടെയെങ്കിലും നിർത്തി ജയിപ്പിച്ചിട്ടുണ്ടോ?
ഇപ്പോൾ 22 പേര് അവർ ജയിച്ചല്ലോ, ഈ 22 പേരിൽ ഒരു ഹിന്ദുവെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ മതേതരം എന്നുള്ളത് നമ്മൾ പ്രധാനമായും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് അടുത്ത കാര്യം. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, BJP മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങൾ BJP നിന്ന് അകന്ന് നിൽക്കുന്നതെന്ന്. BJPയിൽ മുസ്ലിങ്ങൾ തമ്മിൽ യാതൊരുവിധ അകൽച്ചയുമില്ല. കേരളത്തിലോട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങൾ ദയവ് ചെയ്ത് വിലയിരുത്തരുത്. ഇനി അടുത്തൊരു കാര്യം പറയാം. ഏറ്റവും കൂടുതൽ BJPയുടെ ലക്ഷ്യം എന്താണ്? BJP എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? കഴിഞ്ഞ പാക്കേജിൽ, അതായത് കഴിഞ്ഞ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന അതിന് അർഹതയുള്ള ഒരേ ഒരു ആൾക്കാരുള്ളത് പട്ടികവർഗ വിഭാഗങ്ങളാണ്. ആ പട്ടികവർഗ വിഭാഗങ്ങളെ മാത്രമേ ന്യൂനപക്ഷങ്ങളായിട്ട് പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അവർക്ക് മക്കളില്ല, അവർ ഭാര്യയില്ല, അവർക്ക് കുടുംബമില്ല, അവരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ കഴിക്കുന്നു, അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, അവർക്ക് എങ്ങനെയാണ് ആശുപത്രിയിൽ പോകുന്നത്, ഒരു അസുഖം വന്നാൽ അവരെങ്ങനെയാണ് ചികിത്സിക്കുന്നത്, ഇതൊക്കെ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇതിനെങ്കിലും പറ്റി വറീഡാവുന്നത് കണ്ടിട്ടുണ്ടോ? അതേസമയം മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അയ്യോ സംഭവിച്ചു, ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, നായന്മാർക്ക് സംഭവിച്ചാൽ സംഭവിച്ചു, ഈഴവന്മാർക്ക് സംഭവിച്ചാൽ സംഭവിച്ചു. ഇവിടെയുള്ള പട്ടികവർഗ വിഭാഗത്തെക്കുറിച്ച് ആരെങ്കിലും എപ്പോഴെങ്കിലും കമാശിമ എന്നൊരു വാക്ക് വായ തുറന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവരിൽ നിന്ന് ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരിൽ നിന്ന് മന്ത്രിമാരുണ്ടാവണം, അവരിൽ നിന്ന് മുഖ്യമന്ത്രിമാരുണ്ടാവണം. അങ്ങനെയുള്ളൊരു നാട് മാത്രമേ യഥാർത്ഥ നവോത്ഥാനം വന്നുവെന്ന് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ നവോത്ഥാനം, മാങ്ങാത്തൊലി, പുതുയുഗപ്പിറവി എന്നുള്ള കാര്യങ്ങളൊന്നും യാതൊരുവിധ അർത്ഥവുമല്ല എന്ന് പേഴ്സണലായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇനി BJPയുടെ കേസ് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം മന്ത്രിമാരില്ല? BJP നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം മന്ത്രിമാരില്ലാത്തതെന്ന് ചോദിക്കുന്നത്. ന്യൂനപക്ഷങ്ങളായിട്ട് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ടല്ലോ BJPയിൽ, ജൈനായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ BJPയിൽ മന്ത്രിമാരായിട്ട്, അങ്ങനെയുള്ള ആൾക്കാർ ന്യൂനപക്ഷ പ്രാതിനിധ്യം നല്ലപോലെ ഉണ്ടല്ലോ BJPയിൽ, അങ്ങനെയുള്ള മന്ത്രിമാരൊക്കെ BJPയിലുണ്ടല്ലോ. അപ്പോൾ മുസ്ലിം മന്ത്രിമാരെന്തില്ല, മുസ്ലിങ്ങൾ എന്തില്ല, മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ ദളിതരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കളിയാക്കും, അതായത് ദളിതരെ ഉയർത്തിക്കൊണ്ടുവരുന്ന, ദളിതരെ അടിച്ചു കൊല്ലുന്ന പാർട്ടിയല്ലേ BJP എന്ന് പറയുന്നത്. ആര് പറഞ്ഞു? ഇത് പറഞ്ഞാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ദളിത് MLA മാരും, ഏറ്റവും കൂടുതൽ ദളിത് MLA മാരും, ഏറ്റവും കൂടുതൽ ദളിത് MP മാരുമുള്ളൊരു പാർട്ടിയായി BJP മാറിയത്. നമ്മുടെ പ്രസിഡന്റ് പോലും ഒരു ദളിത് സ്ത്രീയാണെന്ന് അഭിമാനത്തോടെ പറയാനായിട്ട് സാധിക്കണം. അത് പല തെണ്ടികൾക്കും ഇവിടെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പറയുമ്പോൾ അവന്മാരുടെയൊക്കെ മനസ്സിലൊരു കുത്തലുണ്ടാവും, പക്ഷേ നമുക്ക് ആ കുത്തലില്ല. ഒരു ദളിത് സ്ത്രീയാണ് നമ്മുടെ പ്രസിഡന്റ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കണം. അപ്പോൾ ആ പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ അയ്യോ മുസ്ലിങ്ങൾ, ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യൻ, ഒരു ഈഴവ, ഒരു മറ്റേവൻ, ഒരു മറിച്ചവൻ, നീ മറ്റേ സംഘം, നീ മറ്റവൻ, അങ്ങനെ ഒരു സെറ്റപ്പില്ല. ഇവിടെയുള്ള ദളിതർക്ക് വേണ്ടി നല്ല രീതിയിൽ ഉന്നമനം നടത്തുന്ന പാർട്ടി തന്നെയാണ് BJP. അതിനകത്ത് ന്യൂനപക്ഷങ്ങൾക്കും പ്രാതിനിധ്യമുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന് മാത്രം ഷാജൻ സ്കറിയ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ശരി.